അസ്സലാമലൈക്കും വറഹമത്തുള്ള. ജബാനോ കാ ഘർ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന അധ്യായമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് ഇന്ത്യയിൽ ദ്രാവിഡന്മാർ കടന്നു വരികയും അവർ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ താമസമാക്കുകയും ചെയ്തു. ഇന്നും അവർ മൈസൂർ, ആന്ധ്രാപ്രദേശ്, കേരളം തുടങ്ങിയ നാടുകളിൽ വസിച്ചുകൊണ്ടിരിക്കും. തമിഴ്, തെലുങ്ക് തുടങ്ങിയ ഭാഷകളൊക്കെ അവരുടെ ഭാഷകളായിരുന്നു എന്നാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വായിക്കാനുള്ളത് യഥോധ ഹിന്ദുസ്ഥാൻ കഹാൻ. ഇതായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. എന്നാൽ ബാഹർ, പുറത്ത് ഇറാൻ, ചൈന, തുർക്കിസ്ഥാൻ വഗൈറാമെ മറ്റുള്ള നാടുകളിലും ഏക് ഓർക്കോ മറ്റൊരു വിഭാഗം ജനത ജിസേ അവർക്ക് ആം തൗർ സെ സാധാരണയായിട്ട് താരീഖിലെ ചരിത്രത്തിൽ ആര്യ കഹാജാത്ത ആര്യന്മാരെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു വിഭാഗം തറക്കീക്കർ രഹിതി വളർന്നു വന്നുകൊണ്ടിരുന്നു. ഈ ജനങ്ങൾക്ക്, ഈ വിഭാഗം ആളുകൾ ബഹാദർ ധേ ഒരു ധൈര്യവാന്മാരായിരുന്നു, ധൈര്യശാലികളായിരുന്നു. അച്ചി ഷഖൽ രക്തേദേ നല്ല രൂപങ്ങളിലുള്ളവരായിരുന്നു. ശാരീരികമായ ആകാരം അതൊക്കെ വളരെ നല്ല മനോഹരമായതായിരുന്നു. കോഡേസെ കാം ലേന അവര് കുതിരവണ്ടിയിൽ ജോലി ചെയ്തിരുന്നു, പണിയെടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ കുതിരവണ്ടിയൊക്കെ ഉപയോഗിച്ചിരുന്നു. ഓർ കേത്തി കർണ ജാൻതേതെ അതുപോലെ തന്നെ കൃഷിപ്പണി ചെയ്തിരുന്നു. കൃഷിപ്പണി അവർക്കറിയാമായിരുന്നു. കോയി 3,500 ബറസ് ഹുയെ ഏകദേശം 3500 വർഷങ്ങളായി ലോക് ഹിന്ദുസ്ഥാൻ മേമായ ഈ ഭാഗം ആളുകൾ ഇന്ത്യയിൽ വന്നിട്ട് ഓർ ഉനോംനെ അവര് യഹാൻ കെ പുരാനെ ബസ്നെ വാലോം കോ പുരാതന കാലം മുതൽ ഇവിടെ താമസമാക്കിയിരുന്ന ആളുകളെ ഹറാന എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്തിയിട്ട് ഉത്തര ഭാരതത്തിൽ അപന രാജ് കായം കിയ അവരുടേതായ ഭരണം സ്ഥാപിച്ചു. ഇൻ ലോകോംനെ ഇവര് ബഹുത്സി നസ്മീം ധാരാളം കവിതകൾ, ഭജനകൾ, ഗീതങ്ങളൊക്കെ എഴുതി. യേ ബാത് യാദ് രഖ്നെ കി ഹെ ഈ കാര്യം ഓർത്തു വെക്കേണ്ടതുണ്ട്. അതായത് ഇവര് ജോ ജബാൻ ബോൽത്തെ ഥേ ഇവര് സംസാരിച്ചിരുന്ന ഭാഷ ഉസേ ആ ഭാഷയെ ആര്യായി ജബാൻ കഹ്തെ ഹൈ ആര്യൻ ഭാഷ എന്നാണ് പറയപ്പെടുന്നത്. സംസ്കൃതം ഉസീക്കി എക് ഷാഖ് അതിൻ്റെ ഒരു ഉപഭാഷയാണ്, ഒരു ശാഖയാണ്. യുനാനി, ജർമ്മൻ, പുരാനെ സമാനേക്ക് ഫാഴ്സി പുരാതന കാലം മുതലുള്ള അല്ലെങ്കിൽ ആ കാലത്ത് സംസാരിച്ചിരുന്ന പാഴ്സി ഭാഷ. യൂറോപ്പ് കി കൈ സബാനേൻ യൂറോപ്പിലെ പല ഭാഷകളും ഇസി ഖാൻദാൻ സെ താലുഖ് രഖ്തി ഹെ ഈ ഭാഷയുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നു. ഓർ ജബ് തും ആഘെ പഠ്കർ ഇനി നിങ്ങൾ മുന്നോട്ട് ഗമിക്കുകയാണെങ്കിൽ മുന്നോട്ട് ഗമിക്കുക. ഇൻ സബാനോം കോ പഠോഘേ തോ ഈ ഭാഷകളെയൊക്കെ പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാലൂം ഹോഗ നിങ്ങൾക്ക് മനസ്സിലാകും സബ് ഏക് ദൂസരെ സെ മിൽത്തി ജുൽത്തി ഹൈ ഓരോ ഭാഷയും മറ്റു ഭാഷകളുമായിട്ട് മിൽത്തി ജുൽത്തി ഹൈ കൂടിക്കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകും. സബാനോം കി കഹാനി ബഡി ലംബി ഹെ ഭാഷയുടെ കഥ എന്ന് പറയുന്നത് വളരെ ദൈർഘ്യമേറിയതാണ്. മസേദാർ ഹെ വളരെ മനോഹരമാണ്. മഗർ പക്ഷേ യഹാൻ ഇവിടെ ഉസ്കെ ബയാൻ കർനെ കാ മൗഖാ നഹീ ഹെ ആ കഥ മുഴുവനും ഇവിടെ വിശദീകരിക്കാനുള്ള സന്ദർഭം അല്ല, സാഹചര്യമല്ല എന്നർത്ഥം. ബസ് യെ യാദ് രഖ്നാ ചാഹിയെ ഇത്രയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംസ്കൃത ഭാഷ അതിനെ ഹിന്ദുസ്ഥാനി ആര്യോം കി സബാൻ തി അത് ഇന്ത്യൻ ആര്യന്മാരുടെ ഭാഷയായിരുന്നു. തമാം ലോക് സംസ്കൃത നഹീം ബോൽ സക്തേ ഥേ ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും സംസ്കൃത ഭാഷ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. യഹാൻ പുരാനെ ബസ്നെ വാലേ ഇവിടെ പുരാതന കാലം മുതൽ താമസിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ അവര് അപ്പനി പുരാനി ഭൂലിയാം പോലത്തേത് അവരവരുടെ ഒന്നുകിൽ അവരവരുടെ സ്വന്തം ഭാഷകൾ സംസാരിച്ചിരുന്നു.
അല്ലെങ്കിൽ മിലി ജുലി സബാനെ, അല്ലെങ്കിൽ സങ്കരയിനം ഭാഷകളായിരുന്നു സംസാരിച്ചിരുന്നത്. ധീരെ ധീരെ, അങ്ങനെ സാവധാനം സാവധാനം, ഏഹുവ, ഇങ്ങനെ സംഭവിച്ചു, ഇത് സംഭവിച്ചു. സംസ്കൃത് ഊഞ്ചേ ദാത് കെ ഹിന്ദോം കി സബാൻ ഹോക്കർ ഗയി. സംസ്കൃത ഭാഷ ഊഞ്ചേ ദാത് കെ ഹിന്ദോം കി, ഉയർന്ന ജാതിയിൽപ്പെട്ട ഇന്ത്യക്കാരുടെ, ഹിന്ദുക്കളുടെ ഭാഷയായി മാറി. ആം ലോഗ്, സാധാരണക്കാർ, ഉസ്സേ ദൂർ ഹോ ഗയേ, സാധാരണക്കാർ ആ ഭാഷയിൽ നിന്നും, സംസ്കൃത ഭാഷയിൽ നിന്നും അകറ്റപ്പെടുകയും ചെയ്തു. ഏ ലോഗ്, ഇവര്, ഈ വിഭാഗം ആളുകൾ, ജോ സബാനീൻ പോലത്തേത്, സംസാരിച്ചിരുന്ന ഭാഷ, ഉൻകോ, ആ ഭാഷക്ക് പ്രാകൃത് കഹത്തെ ഹൈ, പ്രാകൃത ഭാഷ എന്നാണ് പറയപ്പെടുന്നത്. അതായത് സാധാരണക്കാർ സംസാരിച്ചിരുന്ന ഭാഷക്ക് പ്രാകൃത ഭാഷ എന്നാണ് പറയപ്പെടുന്നത്. പ്രാകൃതേക്ക് സബാൻ ഹിന്ദി, പ്രാകൃത ഒരു ഭാഷയല്ല, ഒരു പ്രത്യേകമായ ഭാഷയുടെ പേരല്ല അത്, മറിച്ച് അലഗ് അലഗ് ഇലാഖോം കി, വ്യത്യസ്തമായ നാടുകൾക്ക്, അലഗ് അലഗ് പ്രാകൃതേം ധേം, വ്യത്യസ്തമായ പ്രാകൃത ഭാഷകളാണ് ഉണ്ടായിരുന്നത്. ഹിന്ദുസ്ഥാൻ ലംബ ചൗഡ മുൽക്ക് തോ ഹി ഹേ, ഹിന്ദുസ്ഥാൻ ലംബ ചൗഡ മുൽക്ക് തോ ഹേ ഹി, ഇന്ത്യ വളരെ പ്രവിശാലമായ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ, കിസി ഹിസ്സേമേ, ചില നാടുകളിൽ കോയി പ്രാകൃത ബോലി ജാത്തി തി, ചില പ്രാകൃത ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്. കിസിമേ, എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ കോയി, മറ്റു ചില പ്രാകൃത ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്. അബ് ജോ ബുദ്ധമത് കാ മുഖാബില കർനെ കെ ലിയെ, ബുദ്ധമതത്തോട് അതിനോട് എതിരിടേണ്ടി, മത്സരിക്കേണ്ടി വന്നതിനാൽ, സാധു ഓർ സന്ത്, സന്യാസിമാര്, പൈദാ ഹുയേത്തു, സന്യാസിമാര് ഉടലെടുത്തപ്പോൾ, ഉനോംനെ ഭി, അവരും, ആ സന്യാസിമാരും, ആം ലോഗോം പർ, സാധാരണ ജനങ്ങളിൽ, അപ്ന അസർ ഡാൽനെ കെ ലിയെ, തങ്ങളുടെ സ്വാധീനം ചെലുത്താൻ വേണ്ടി, പ്രാകൃതോം ഹി മേം ഗീത് ഓർ ഭജൻ ലിഖെ, പ്രാകൃത ഭാഷയിലും അവരെന്ത് ചെയ്തു, ഗീതങ്ങളും ഭജനകളും എഴുതി. അല്ലാതിരുന്നാൽ പ്രാകൃത ഭാഷ മാത്രം സംസാരിച്ചിരുന്ന സാധാരണക്കാരായ ആളുകളെ തങ്ങളുടെ മതത്തിലേക്ക്, ഹിന്ദു മതത്തിലേക്ക് കിട്ടില്ല എന്ന് കണ്ട സമയത്ത് അവരെ സ്വാധീനിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, പ്രാകൃത ഭാഷയിലും സന്യാസിമാർ ഇവരൊക്കെ എന്തായി, ഇതൊക്കെ എഴുതാൻ തുടങ്ങി. അവരുടെ ഗീതങ്ങളും, മതപരമായ ഗീതങ്ങളും വചനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങി. ഓർ ധർമ്മ കർമ്മ കി ബാത്തേം കി, അതുപോലെ തന്നെ അവരുടെ ധർമ്മകർമ്മങ്ങൾ, കാരണം അവരുടെ മതധർമ്മങ്ങളൊക്കെ ആ പ്രാകൃത ഭാഷയിൽ പറയാനും തുടങ്ങി. ഇസ് വക്ത്, ഈ സമയത്ത്, ദൂസരി പ്രാകൃതവും, ഈ സമയം ദൂസരി പ്രാകൃതവും അല്ലെങ്കിൽ സബാനോ, മറ്റു പ്രാകൃത ഭാഷകളെയും അല്ലെങ്കിൽ മറ്റു ഭാഷകളെയും ദിക്ർ കർണേക്ക് സറൂറത്ത് നഹീം, ഇവിടെ പരാമർശിക്കേണ്ട ആവശ്യമില്ല. ഉത്തരീ ഭാരതമേ, ഉത്തര ഭാരതത്തിൽ, ജോ പ്രാകൃത ബോലി ജാത്തി, ഉത്തര ഭാരതത്തിൽ സംസാരിക്കപ്പെട്ടിരുന്ന ഭാഷ, ഹമേം, നമുക്ക്, ഇസീസേ കാം ഹെ, ആ ഭാഷയുമായിട്ടാണ് നമ്മൾ ഡീലിങ്, നമ്മൾ അതിനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ലോകത്തൊന്നാകെയുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തുമുള്ള പ്രാകൃത ഭാഷയെ കുറിച്ച് പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല എന്നർത്ഥം. ഇസ് പ്രാകൃത കോ ഷോർസീനി കഹ്തേരെ, ഈ ഭാഷയ്ക്ക്, ഉത്തര ഭാരതത്തിൽ സംസാരിക്കപ്പെട്ടിരുന്ന ഭാഷയ്ക്ക് പറയപ്പെട്ടിരുന്ന പേര് എന്താണ്, ഷോർസീനി എന്നായിരുന്നു. സി കെ പേഡ്സെ, ആ ഷോർസീനി എന്ന് പറയുന്ന പ്രാകൃത ഭാഷയുടെ വയറ്റിൽ നിന്നാണ്, ഗർഭാശയത്തിൽ നിന്നാണ്, പേട്ട് എന്ന് പറഞ്ഞാൽ വയർ, വോ ഭാഷായീൻ പൈതാവുകയെ, ഈ ഭാഷകളൊക്കെ ഉടലെടുത്തത്. ഏത് ഭാഷകൾ, ജിൻകോ, ആ ഭാഷകളെ ഹിന്ദുസ്ഥാനി, ഹിന്ദി ഓർ ഉറുദു കഹത്തെ ഹൈ, അതിന് ഉറുദു, ഹിന്ദി, ഉറുദു, ഹിന്ദുസ്ഥാനി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഷകളൊക്കെ ഉടലെടുത്തത് ഷോർസീനി എന്ന് പറയുന്ന പ്രാകൃത ഭാഷയിൽ നിന്നാണ് അർത്ഥം. ബംഗാളി, മറാഠി, ഗുജറാത്തി, പഞ്ചാബി, സിന്ധി, അസാമി ഓർ ഉഠിയാബി നയി ആര്യായി സബാനീം ഹൈ, ഇതൊക്കെ പുതിയ ആര്യൻ ഭാഷകളാണ്. ये भी ഇതും താരീഖ് का एक दिलचस्प इत्तिफाक है, ഇതും ചരിത്രത്തിൻ്റെ ഒരു രസകരമായ, ഹൃദയഹാരിയായ ഒരു യോജിപ്പായിരുന്നു.
അതായത് ജബ് മുസൽമാൻ ഹിന്ദുസ്ഥാൻ മേം ആയത്തോ, മുസ്ലിങ്ങൾ ഇന്ത്യയിലെത്തിയപ്പോൾ ഇൻ സബാനോം കി, ഈ ഭാഷകൾക്കൊക്കെ, നേരത്തെ പറഞ്ഞ ഈ പറയപ്പെട്ട ഭാഷകൾക്കൊക്കെ തറക്കി ഹുയി, എന്തുണ്ടായി, പുരോഗതി ഉണ്ടായി, വളർച്ചയുണ്ടായി. അഖർ ഊപ്പർ ലിഖി ഹുയി ബാത്തീം യാദ് രഖി ജായിൻ തോ, മുകളിൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ആകേക്ക് കഹാനി, അടുത്ത കഥ, ഇനി അടുത്തത് എന്താണ്, പിന്നെ ഭാഷയെക്കുറിച്ചുള്ള അടുത്ത കഥ എന്താണ് എന്ന്, ഓർ സിയാദ അല്ലെങ്കിൽ അതിലപ്പുറം, സംശയമേമായകി, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഓർ മാലൂം ഹോഗ, അതുപോലെ തന്നെ അറിയുകയും ചെയ്യും. 1000 के बाद, AD, ഹംസിന്റെ സൂചന AD, AD 1000 വർഷത്തിന് ശേഷം, AD 1000 വർഷത്തിന് ശേഷം, ജോ നയി സബാനിൻ ഹിന്ദുസ്ഥാൻ മേ ബോലി ജാനേലേക്ക്, ഇന്ത്യയിൽ സംസാരിക്കപ്പെട്ടിരുന്ന പുതിയ ഭാഷകൾ, ഇൻമേം, ആ ഭാഷകളിൽ, ആ പുതിയ ഭാഷകളിൽ, ഒന്ന് ഉറുദു സബാൻ ഭി ഹെ, ഉറുദു ഭാഷ തന്നെയായിരുന്നു, ഉറുദു ഭാഷയും ആയിരുന്നു. യേ സബാൻ കഹീൻ ബാഹർ സെ നഹിമായി, ഈ ഭാഷ, ഉറുദു എന്ന് പറയുന്ന ഈ ഭാഷ പുറമേ നിന്ന് വന്ന ഭാഷയല്ല, ഇന്ത്യയുടെ പുറത്ത് നിന്ന് വന്നതല്ല. യഹീൻ പൈദാ ഹുയി, അത് ഇവിടെ തന്നെ ജനിക്കുകയും, ഓർ യഹീൻ കെ ലോകവും നെ, ഇവിടെയുള്ള ആളുകൾ തന്നെ ഉസേ തറക്കി തി, അതിനെ വളർത്തുകയും ചെയ്തതാണ്. ഉസ്കി ബനാവുട്ട്, ആ ഉറുദു ഭാഷയുടെ ബനാവുട്ട്, അതിൻ്റെ പിന്നെ എന്താ പറയുക, അതിൻ്റെ രൂപീകരണം, ഉസ്കാ രംഗ്, അതിൻ്റെ നിറം, രൂപ്, അതിൻ്റെ രൂപം, സബ്, ഇതൊക്കെ ഹിന്ദുസ്ഥാനി ഹെ, ഇന്ത്യനാണ് എന്നർത്ഥം. അഗ്രയ ജബാൻ കിസി ദൂസറെ മുൽക്ക് മേം ഭി ബോലി ജാനെ ലഗെ, ഈ ഭാഷ മറ്റു നാടുകളിലും സംസാരിക്കാൻ തുടങ്ങിയെങ്കിലും യേ വഹാൻ കി ജബാൻ നഹീ ബൻ ജായേഗി, ഇതൊരിക്കലും അവിടുത്തെ ഭാഷയാവുകയില്ല, മറിച്ച് ഹിന്ദുസ്ഥാനി ഹി രഹേഗി, എപ്പോഴും എന്നും ഇന്ത്യയുടെ ഭാഷ തന്നെയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.